ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഡീംഡ് സപ്ലൈ അല്ലെങ്കിൽ ഷെഡ്യൂൾ 1 ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഷെഡ്യൂൾ 1-ൽ വരുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി സപ്ലൈ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ആക്ടിവിറ്റി is permanent transfer or disposal of business assets where ITC or input tax credit has been availed on such assets. അതായത് ഒരു ബിസിനസ് അസറ്റ്സ്, ആ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള അസറ്റ്സ് ഇൻക്ലൂഡിങ് സ്റ്റോക്ക് ഒരു അസറ്റാണല്ലോ. അപ്പോൾ സ്റ്റോക്കോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ്സോ അങ്ങനെ ഏത് ഒരു ബിസിനസ് അസറ്റ്സും ആ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, പെർമനൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുമാത്രമല്ല ആ ബിസിനസ് അസറ്റിന്മേൽ എൻറ്റിറ്റി ITC ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. അങ്ങനെ ഓൾറെഡി ITC ക്ലെയിം ചെയ്തിട്ടുള്ള ഏതൊരു ബിസിനസ് അസറ്റും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈവൻ വിത്തൗട്ട് കൺസിഡറേഷനാണ് ആ ട്രാൻസ്ഫർ എങ്കിലും അതിനെ സപ്ലൈ തന്നെയായിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. സോ ലെറ്റ്സ് സീ ദാറ്റ് എക്സാമ്പിൾ. V-Smart Private Limited had purchased new projectors. The existing old projectors are donated to trust on which ITC was taken at the time of purchase. It is treated as supply and liable to GST. അതായത് ഒരു കമ്പനി, V-Smart Private Limited എന്ന് പറഞ്ഞ കമ്പനി പ്രൊജക്ടേഴ്സ് വാങ്ങിച്ചു. മാത്രമല്ല അവർ പഴയ പ്രൊജക്ടേഴ്സ് ഒരു ട്രസ്റ്റിന് ഡൊണേറ്റ് ചെയ്തു. ആ പഴയ പ്രൊജക്ടേഴ്സുമേൽ അവർ ITC ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. അത് വാങ്ങിച്ച സമയത്ത് തന്നെ ആ ഒരു പ്രൊജക്ടറിനെ ITC ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫറിനെ നമ്മൾ സപ്ലൈ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ദാറ്റ് ഇസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 25. അപ്പോൾ സെക്ഷൻ 25 പ്രകാരമുള്ള ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് നടത്തുകയാണ്. അതായത് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആവാം, ഏതൊരു തരത്തിലുള്ള സപ്ലൈയുമാകാം. ഈ റിലേറ്റഡ് പേഴ്സൺസോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസോ തമ്മിൽ അങ്ങനെ ഒരു സപ്ലൈ നടത്തുകയാണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി അതിനെ സപ്ലൈ അണ്ടർ ഷെഡ്യൂൾ 1 എന്ന് തന്നെ വിളിക്കും. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്ലൈ ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് നടത്തുന്നത് കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ് ആയിരിക്കണം. അതായത് നോർമൽ ബിസിനസ്സിൽ നടത്തുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. ഇനി നമുക്ക് റിലേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ റിലേറ്റഡ് പേഴ്സൺ ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ആൻഡ് എ ഡിഫറെൻറ്റ് പാൻ ബട്ട് ഫോളോയിങ് ദ റിലേഷൻഷിപ്പ് ആസ് പെർ എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ 15. അപ്പോൾ റിലേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പാനുള്ള രണ്ട് എൻറ്റിറ്റീസ് തന്നെയാണ്. എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ 15-ൽ പ്രത്യേകം ആരൊക്കെയാണ് റിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റിലേറ്റഡ് പേഴ്സൺ ആസ് പെർ എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ 15 ഓഫ് CGST ആക്ട്. ഫസ്റ്റ് വൺ ഈസ് സച്ച് പേഴ്സൺസ് ആർ ഓഫീസേഴ്സ് ഓഫ് വൺ അനദേഴ്സ് ബിസിനസ്. ഇനി രണ്ടാമത്തത് ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ഇൻ ബിസിനസ്, അതുപോലെ തന്നെ എംപ്ലോയർ എംപ്ലോയി. ഇനി നാലാമത്തത് നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾസ് ഹോൾഡ്സ് or owns 25% or more of the outstanding voting stock or shares of both of them. അതായത് ഒരു പേഴ്സൺ തന്നെ രണ്ട് എൻറ്റിറ്റീസിൻ്റെ 25% ഓർ മോർ ഓഫ് സ്റ്റോക്ക് ഓർ ഷെയർ ഓൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് എൻറ്റിറ്റീസും റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, വൺ ഓഫ് ദം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾസ് ദ അതർ. അതായത് ഒരാൾ മറ്റേയാളെ ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ബോത്ത് ഓഫ് ദം ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾഡ് ബൈ എ തേർഡ് പേഴ്സൺ. ഒരു തേർഡ് പേഴ്സൺ രണ്ട് പേരെയും ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ആൾക്കാരും റിലേറ്റഡ് ആയിരിക്കും. ഇനി ഏഴാമത്തെ പോയിന്റ്, ടുഗെദർ ദേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾ എ തേർഡ് പേഴ്സൺ. രണ്ട് പേരും കൂടിയിട്ട് വേറൊരു തേർഡ് പേഴ്സണെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് പേരും റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കും. ഇനി ദേ ആർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി മെമ്പേഴ്സ് എന്തായാലും റിലേറ്റഡ് പേഴ്സൺസ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് റിലേറ്റഡ് പേഴ്സൺസ്. ഇനി അടുത്ത ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആരൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് സെപ്പറേറ്റ് ബ്രാഞ്ച് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെയിം എൻറ്റിറ്റി അണ്ടർ സെയിം പാൻ. സച്ച് ബ്രാഞ്ച് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് അണ്ടർ GST ആക്ട്. അതായത് സെയിം പാനുള്ള ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് ഇപ്പോൾ ബ്രാഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ തന്നെ വേറൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരിക്കാം. മാത്രമല്ല ഈ ഓരോ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും GST ആക്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റിറ്റീസിനെല്ലാം നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ എന്ന് വിളിക്കാം. സോ സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസ് ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ഈവൻ ഇഫ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് ഡീംഡ് ടു ബി എ സപ്ലൈ.
and also provided that gift not exceeding 50,000 rupees in value in a financial year by an employer to an employee shall not be treated as supply of goods or service or both. ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്, അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഷെഡ്യൂൾ 1 വരുന്ന കാര്യം തന്നെ, കാരണം അതിൽ കൺസിഡറേഷൻ ഇല്ല. പക്ഷേ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒരു എംപ്ലോയിക്ക് കൊടുക്കുമ്പോൾ 50,000 വരെയാണ് ആ ഗിഫ്റ്റിൻ്റെ വാല്യൂ എങ്കിൽ അത് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് 50,000-നേക്കാൾ കൂടുതലാണ് ആ ഗിഫ്റ്റിൻ്റെ വാല്യൂ എങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിലത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിലത്തെ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് 50,000-നേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കുകയും അതിൽ GST ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിയുടെ ത്രഷോൾഡാണ് 50,000. അപ്പോൾ എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് 50,000-നേക്കാൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിലാണ് അതിനെ സപ്ലൈ എന്ന് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയർക്ക് 5 എംപ്ലോയീസ് ഉണ്ട്. ആ 5 എംപ്ലോയീസിനും 20,000 രൂപ വെച്ചിട്ട് ഈ എംപ്ലോയർ ഗിഫ്റ്റ് കൊടുത്തു ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ മൊത്തം ഈ എംപ്ലോയർ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. ബട്ട് സിൻസ് ഫോർ ഈച്ച് എംപ്ലോയി ദ ഗിഫ്റ്റ് വാല്യൂ ഈസ് 20,000, ദാറ്റ് ഈസ് ബിലോ 50,000, അത് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ദോ ദ ഹോൾ ഫിനാൻഷ്യൽ ഇയറിൽ ആ ഒരു എംപ്ലോയർക്ക് മുഴുവൻ എംപ്ലോയീസിനും പേ ചെയ്ത ഗിഫ്റ്റിൻ്റെ വാല്യൂ 1 lakh, അതായത് 50,000-നേക്കാൾ കൂടുതലാണെങ്കിൽ കൂടി ഒരു എംപ്ലോയിക്ക് 50,000-നേക്കാൾ കുറവാണ് ഗിഫ്റ്റ് കൊടുത്തത് എന്ന കാരണത്താൽ അതിന് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം, ദാറ്റ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. അപ്പോൾ ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിലുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. സപ്ലൈ ഓഫ് സർവീസ് ഇതിൽ വരുന്നില്ല. സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പലാണ് ഷെഡ്യൂൾ 1 വരുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 1 പ്രകാരം ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് വരണമെങ്കിൽ ആ ഏജൻറ്റിൻ്റെ പേരിലായിരിക്കണം ഇൻവോയ്സ് റേസ് ചെയ്യേണ്ടത്. സപ്പോസ് ഇൻവോയ്സ് റേസ് ചെയ്യുന്നത് എപ്പോഴും പ്രിൻസിപ്പലിൻ്റെ പേരിലാണെങ്കിൽ ഷെഡ്യൂൾ 1 ആക്ടിവിറ്റി ആയിട്ട് അതിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഏജൻറ്റിൻ്റെ പേരിലായിരിക്കണം. മാത്രമല്ല ഏജൻറ്റിന് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് നടത്താനുള്ള ഒരു പവർ കൂടി വേണം. ഇതിൽ 2 ആക്ടിവിറ്റീസ് വരും, ദാറ്റ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് വിത്ത് ദ ഏജൻറ്റ് അണ്ടർടേക്സ് ടു സപ്ലൈ സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ. അതുപോലെ തന്നെ ബൈ എൻ ഏജൻറ്റ് ടു ഹിസ് പ്രിൻസിപ്പൽ വിത്ത് ദ ഏജൻറ്റ് അണ്ടർടേക്സ് ടു റിസീവ് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ. ആദ്യത്തേൽ വരുന്നത് പ്രിൻസിപ്പൽ ഏജൻറ്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു, കാരണം ആ ഏജൻ്റ് ആയിരിക്കും പിന്നീട് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ ഈ ഗുഡ്സ് മറ്റുള്ള കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. When Mr. Sagar, that is the principal located in Maharashtra, supplies certain goods to his agent, Mr. Mayur, located in Delhi, and Mr. Mayur undertakes to സപ്ലൈ ദ സെഡ് ഗുഡ്സ് ഇൻ ഡൽഹി ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ സാഗർ. കണ്ടോ, അതായത് മയൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ സാഗറിൻ്റെ ഏജൻ്റാണ്. എന്നിട്ട് ഈ ഏജൻ്റാണ് വേറെ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ. ഇൻ ദ എഫോസെഡ് കേസ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ മിസ്റ്റർ സാഗർ ടു മിസ്റ്റർ മയൂർ shall fall within the ambit of the term supply even if made without consideration and shall be liable to GST. കണ്ടോ, സാഗർ മയൂറിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി GSTയിൽ അതിനെ സപ്ലൈ എന്ന് തന്നെ വിളിക്കും. രണ്ടാമത്തെ കേസിൽ പ്രിൻസിപ്പലിന് വേണ്ടി ഏജൻറ്റ് ഗുഡ്സ് റിസീവ് ചെയ്യുകയും ആ ഗുഡ്സ് റിസീവ് ചെയ്തിട്ട് പ്രിൻസിപ്പലിന് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യുകയും. അപ്പോൾ ഈ 2 കേസിലും ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിൽ ഗുഡ്സ് ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ കേസിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിസ്റ്റർ അതുൽ വർക്ക്സ് ആസ് എൻ ഏജൻറ്റ് ആൻഡ് ഇസ് ലൊക്കേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. മിസ്റ്റർ രാജേഷ് ഇസ് എ മാനുഫാക്ചറർ ആൻഡ് ലൊക്കേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. Mr. Adul agrees to purchase certain goods from New Delhi market on behalf of Mr. Rajesh every month and supply the same to Mr. Rajesh. Supply of goods by Mr. Adul to Mr. Rajesh shall fall within the ambit of term supply even if made without consideration. അപ്പോൾ ഈ അതുൽ എന്ന് പറഞ്ഞ ഏജൻറ്റ് രാജേഷിൻ്റെ ഏജൻ്റാണ്. ഈ അതുൽ ന്യൂഡൽഹി മാർക്കറ്റിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യും. അതും ഈ രാജേഷിന് വേണ്ടിയിട്ടാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അതുലിൻ്റെ കയ്യിലുള്ള ഈ ഗുഡ്സ് പിന്നീട് അതുൽ രാജേഷിന് സപ്ലൈ ചെയ്യും. ഈ സപ്ലൈക്ക് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ, അതായത് ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അതുൽ രാജേഷിന് കൊടുക്കുന്ന ഈ സപ്ലൈ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി ഇതിനെ GST ഒരു സപ്ലൈ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് GST ഈസ് പേയബിൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഏജൻസ് പ്രിൻസിപ്പലിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്താലും പ്രിൻസിപ്പൽ ഏജൻസിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്താലും അതിന് GST സപ്ലൈ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഈവൺ ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ പേയബിൾ, അതിൽ GST ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി ഇൻ ഷെഡ്യൂൾ 1 നോക്കാം. ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ. അതായത് ഇവിടെ പറയുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസാണ്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമ്പോർട്ട് ഓഫ് സർവീസാണ് ഷെഡ്യൂൾ 1 വരുന്നത്. സോ ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ, അതായത് ഒരു കൺസിഡറേഷനും ഇല്ലാതെ തന്നെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും GSTനെ സംബന്ധിച്ചിടത്തോളം അതൊരു സപ്ലൈ തന്നെയാണ്. സോ ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ എ പേഴ്സൺ. ആദ്യം ഇവിടെ ടാക്സബിൾ പേഴ്സൺ എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ ടാക്സബിൾ എന്നുള്ള വാക്ക് ഒമിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ എനി പേഴ്സൺ, ഏതൊരു പേഴ്സണും ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണം, ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഷുഡ് ബി ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഫ്രം എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു റിലേറ്റഡ് പേഴ്സണിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസോ അല്ലെങ്കിൽ അസോസിയേറ്റഡ് എൻ്റർപ്രൈസസോ ആയിരിക്കാം സർവീസ് സപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല അത് കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലായിരിക്കണം, അതായത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ആ ഇമ്പോർട്ട് ഓഫ് സർവീസ് നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും GST അതിനെ സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ട് ഓഫ് സർവീസിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് നോക്കാം. സോ ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്ത് കൺസിഡറേഷനോട് കൂടിയിട്ടുള്ള ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ആണെങ്കിൽ ടാക്സബിൾ ആണ്, നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ആണെങ്കിലും ടാക്സബിൾ തന്നെയാണ്. അതായത് കൺസിഡറേഷനോട് കൂടിയിട്ടുള്ള ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ CFP ആണെങ്കിലും അല്ലെങ്കിലും അത് ടാക്സബിൾ ആയിരിക്കും. ഇനി ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷനിൽ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് റിലേറ്റഡ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആണ്, അതും കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ ടാക്സബിൾ ആയിരിക്കും. ഇനി റിലേറ്റഡ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ അതർ കേസസ് ആണെങ്കിൽ ടാക്സബിൾ ആയിരിക്കില്ല. സോ ഇതൊക്കെയാണ് ഷെഡ്യൂൾ 1 ആക്ടിവിറ്റീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് തറോ ആയിട്ട് പഠിക്കണം. സോ താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.